ഓം ശാന്തി. 18/7/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ഈ പഴയ ലോകത്തിൽ മനുഷ്യർ വയ്ക്കാറുള്ള ആശകൾ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. കാരണം ഈ ലോകം നശിക്കാൻ പോവുകയാണ്. ചോദ്യം: സംഗമയുഗത്തിൽ ഏതാഗ്രഹം വയ്ക്കുകയാണെങ്കിൽ എല്ലാ ആശകളും സദാകാലത്തേക്ക് പൂർത്തീകരിക്കപ്പെടും? ഉത്തരം: നമുക്ക് പാവനമായി മാറി ബാബയെ ഓർമ്മിച്ച് ബാബയിൽ നിന്ന് മുഴുവൻ സമ്പത്തും എടുക്കണം. കേവലം ഈ ഒരു ഇച്ഛ മാത്രം ഉണ്ടായിരിക്കണം. ഈ ഇച്ഛയിലൂടെ സദാകാലത്തേക്ക് എല്ലാ ആശകളും പൂർത്തീകരിക്കും. ആയുഷ്മാൻ ഭവ, പുത്രവാൻ ഭവ, ധനവാൻ ഭവ എന്നീ എല്ലാ വരദാനങ്ങളും ലഭിക്കും. സത്യുഗത്തിൽ എല്ലാ ആശകളും പൂർത്തിയാകും. ഗീതം അങ്ങ് തന്നെയാണ് മാതാവും പിതാവും. ഓം ശാന്തി. ഈ കാര്യം മധുരമധുരമായ ആത്മീയ കുട്ടികളെ പ്രതി അഥവാ ആത്മാക്കളെ പ്രതിയാണ് പരമപിത പരമാത്മാവ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾക്കറിയാം, പരിധിയില്ലാത്ത ബാബ നമുക്ക് വരദാനങ്ങൾ നൽകുകയാണ്. ലോകത്തിലുള്ള ഗുരുക്കന്മാർ ആശീർവാദങ്ങളെല്ലാം നൽകുന്നു. പുത്രവാൻ ഭവ, ആയുഷ്മാൻ ഭവ, ധനവാൻ ഭവ എന്നെല്ലാം. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് വരദാനം നൽകുകയാണ്, ആയുഷ്മാൻ ഭവ. ഈ വരദാനത്തിലൂടെ നിങ്ങളുടെ ആയുസ് ഒരുപാട് വർദ്ധിക്കും. സത്യുഗത്തിൽ കുട്ടികളും ഉണ്ടാകും. അവരും സുഖം നൽകുന്നവരായിരിക്കും. ഈ ലോകത്തിലുള്ള എല്ലാ കുട്ടികളും ദുഃഖം നൽകുന്നവരാണ്. സത്യുഗത്തിലുള്ള കുട്ടികളെല്ലാം സുഖം നൽകുന്നവരായിരിക്കും. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സുഖം നൽകുകയാണെന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. നമ്മൾ ഉയർന്ന ആയുസ്സുള്ളവരും ധനവാന്മാരുമായി മാറും. ഇപ്പോൾ ഹൃദയത്തിൽ ഒരാഗ്രഹവും വയ്ക്കരുത്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സത്യയുഗത്തിലാണ് പൂർത്തിയാവുന്നത്. അതിനാൽ ഈ നരകത്തിൽ ഒരാഗ്രഹവും വയ്ക്കരുത്. ധനത്തിന്റെ ആഗ്രഹവും വയ്ക്കരുത്. ഒരുപാട് ധനമുണ്ടാക്കണം, ഉയർന്ന ജോലി ലഭിക്കണം എന്നെല്ലാമുള്ള ആശകളൊന്നും കൂടുതലായി വയ്ക്കരുത്. വയറിന് ഒരു പിടി ചോറ് മതി. കൂടുതലായി ലോഭം വയ്ക്കരുത്. കൂടുതൽ ധനമുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ബാബ നമ്മളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു എന്ന് കുട്ടികൾക്കറിയാം. ബാബ പറയുന്നു, ദാനം നൽകിയാൽ ഗ്രഹണം ഇല്ലാതാകും എന്ന്. എന്ത് ദാനമാണ് നൽകേണ്ടത്? 5 വികാരങ്ങളുടെ. 5 വികാരങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ ഗ്രഹണമില്ലാതായി നിങ്ങൾ 16 കലാ സമ്പൂർണരായി മാറും. ഇവിടെയാണ് നമുക്ക് സർവഗുണ സമ്പന്നവും 16 കലാ സമ്പൂർണവുമായി മാറേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം. 5 വികാരങ്ങൾ ദാനം നൽകണം. ബാബ കുട്ടികളോട് പറയുന്നു, മധുരമായ കുട്ടികളെ, പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്തെടുക്കാനുള്ള ആഗ്രഹമല്ലാതെ മറ്റൊന്നും വയ്ക്കരുത്. ബാക്കി അല്പസമയം മാത്രമേ ഉള്ളൂ. ഒരുപാട് കഴിഞ്ഞുപോയി. അല്പം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി വിനാശത്തിന് അല്പസമയം മാത്രമേ ഉള്ളൂ. അതിനാൽ ഈ പഴയ ലോകത്തിൽ ഒരാഗ്രഹവും വയ്ക്കരുത്. ബാബയെ മാത്രം ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. കുട്ടികൾ ഓർമ്മയിലൂടെ സതോ പ്രധാനമായി മാറണം. ഈ ലോകത്തിൽ മനുഷ്യർക്കുള്ള ഒരാഗ്രഹവും നിങ്ങൾ വയ്ക്കരുത്. ഒരു ശിവബാബയിൽ നിന്നും നമുക്ക് നമ്മുടെ സ്വർഗത്തിന്റെ സമ്പത്തെടുക്കണം എന്ന ആഗ്രഹം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ആർക്കും ദുഃഖം കൊടുക്കരുത്. പരസ്പരം കാമവികാരത്തിൽ പോകുക ഏറ്റവും വലിയ ദുഃഖമാണ്. അതുകൊണ്ടാണ് സന്യാസിമാർ സ്ത്രീകളിൽ നിന്നും മാറി താമസിക്കുന്നത്. ഇവർ ഉപേക്ഷിച്ചു പോയി എന്ന് പറയുന്നു. ഈ സമയം രാവണ രാജ്യത്തിൽ എല്ലാവരും പതിതരും പാപാത്മാക്കളുമാണ്.
ഇപ്പോൾ സമയം വളരെ കുറവാണ്. നിങ്ങൾ ബാബയുടെ ശ്രീമതപ്രകാരം നടക്കുന്നില്ലെങ്കിൽ ശ്രേഷ്ഠരാകാൻ സാധിക്കില്ല. കുട്ടികൾക്ക് ഉയർന്നതിലും വെച്ച് ഉയർന്നവരായി മാറണം. അതിനാൽ 5 വികാരങ്ങളുടെ ദാനം നൽകുകയാണെങ്കിൽ ഗ്രഹണം ഇല്ലാതാകും. എല്ലാവരിലും ഗ്രഹപ്പിഴയുണ്ട്. തികച്ചും കറുത്തുപോയി. ബാബ പറയുന്നു, എന്നിൽ നിന്നും സമ്പത്തെടുക്കണമെങ്കിൽ പാവനമായി മാറൂ. ദ്വാപരയുഗം മുതൽ നിങ്ങൾ പതീതരായി മാറി. സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായി മാറിയിരിക്കുന്നു. അപ്പോഴാണ് വിളിക്കുന്നത്, അല്ലയോ പതീത പാവന, വരൂ, വന്ന് നമ്മളെ പാവനമാക്കി മാറ്റൂ എന്ന്. അതിനാൽ ബാബ നിർദ്ദേശം നൽകുകയാണ്, കുട്ടികളെ, ഇനി പതീതരായി മാറരുത്. കാമമാകുന്ന മഹാശത്രുവിന് മേൽ വിജയം പ്രാപ്തമാക്കൂ. ഈ കാമവികാരം കാരണമാണ് നിങ്ങൾ ആദി മധ്യ അന്ത്യം ദുഃഖിച്ചത്. ബാബ പറയുന്നു, സ്വർഗത്തിൽ നിങ്ങൾ പൂർണ്ണമായും പവിത്രരായിരുന്നു. രാവണന്റെ മതത്തിലൂടെ നടന്നാണ് നിങ്ങൾ പതീതരായി മാറിയത്. അതുകൊണ്ടാണല്ലോ ദേവതകളുടെ മുന്നിൽ പോയി അവരുടെ മഹിമ പാടുന്നത്. അങ്ങ് സർവഗുണസമ്പന്നരും സമ്പൂർണ്ണ നിർവികാരികളുമാണ്. ഞങ്ങൾ വികാരികളാണെന്നും. നിർവികാരിയാകുന്നതിൽ സുഖം മാത്രമേ ഉള്ളൂ. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ നിർവികാരിയാക്കി മാറ്റുന്നതിന് വന്നിരിക്കുകയാണ്. നിങ്ങൾ കുട്ടികൾക്ക് ഈ ഇച്ഛകളെയെല്ലാം ഉപേക്ഷിക്കണം. നിങ്ങളുടെ ജോലികളെല്ലാം ചെയ്തോളൂ. ഒപ്പം പരസ്പരം ജ്ഞാനമാകുന്ന അമൃത് കുടിപ്പിക്കൂ. പറയാറുണ്ട്, അമൃത് ഉപേക്ഷിച്ച് വിഷം പാനം ചെയ്യുന്നത് എന്തിനാണ് എന്ന്. ബാബ പറയുന്നു, ഒരാഗ്രഹവും വെക്കരുത്. ഓർമ്മയുടെ യാത്രയിലൂടെ നമ്മൾ പൂർണ്ണമായും സതോ പ്രധാനമായി മാറും. ഓർമ്മയിലൂടെ മാത്രമേ 63 ജന്മങ്ങളുടെ പാപം ഇല്ലാതാവുകയുള്ളൂ. ഇപ്പോൾ നിർവികാരിയായി മാറണം. മായയുടെ കൊടുങ്കാറ്റ് വന്നാലും പതീതരായി മാറരുത്. മനുഷ്യനിൽ നിന്നും ദേവതയായി മാറണം. നിങ്ങളായിരുന്നു സതോപ്രധാനവും പൂജ്യ ദേവതകളും. നിങ്ങൾ തന്നെയാണ് പൂജ്യരിൽ നിന്നും പൂജാരിയായി മാറുന്നത്. നിരോഗിയായ നമ്മളാണ് പിന്നീട് രോഗിയായി മാറുന്നത്. ഇപ്പോൾ വീണ്ടും നിരോഗികളായി മാറുകയാണ്. നിരോഗികളായിരുന്നപ്പോൾ ഉയർന്ന ആയുസ്സായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നോക്കൂ, മനുഷ്യർ പെട്ടെന്ന് തന്നെ മരിക്കുന്നു. അതുകൊണ്ട് ഒരാഗ്രഹവും വെക്കരുത്. ഇതെല്ലാം മോശമായ ആശകളാണ്. മുള്ളിൽ നിന്നും പൂവായി മാറുന്നതിനു വേണ്ടി ഒന്നാന്തരമായ ആശ ഒന്നു മാത്രമേ ഉള്ളൂ. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പുണ്യാത്മാവായി മാറും. ഈ സമയം എല്ലാവരിലും രാഹുവിൻ്റെ ഗ്രഹണമാണ്. മുഴുവൻ ഭാരതത്തിലും രാഹുവിൻ്റെ ഗ്രഹണമാണ്. എന്നാൽ ബൃഹസ്പതിയുടെ ദശയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മളിൽ ബൃഹസ്പതിയുടെ ദശയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഭാരതം സ്വർഗമായിരുന്നില്ലേ? സത്യയുഗത്തിൽ നിങ്ങൾക്ക് ബൃഹസ്പതിയുടെ ദശയായിരുന്നു. ഈ സമയം രാഹുവിൻ്റെ ദശയാണ്. ഇപ്പോൾ വീണ്ടും പരിധിയില്ലാത്ത ബാബയിൽ നിന്നും ബൃഹസ്പതിയുടെ ദശ ഉണ്ടാകുന്നു. ബൃഹസ്പതി ദശയിൽ 21 ജന്മത്തേക്കുള്ള സുഖമുണ്ടായിരിക്കും. ത്രേതായുഗത്തിൽ ശുക്രന്റെ ദശയാണ്. എത്രത്തോളം കൂടുതൽ ഓർമ്മിക്കുന്നുവോ അതിലൂടെ ബൃഹസ്പതിയുടെ ദശയുണ്ടാകുന്നു. ഇപ്പോൾ എല്ലാവർക്കും തിരിച്ചു പോകണം എന്നും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതിനാൽ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമായി പറക്കാൻ യോഗ്യതയുള്ളവരായി മാറും. മായ നിങ്ങളുടെ ചിറകുകൾ മുറിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈശ്വരീയ മതത്തിലൂടെ നിങ്ങൾ സദാ സുഖികളായി മാറുന്നു. ഈശ്വരീയ മതത്തിലൂടെ നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരികളായി മാറുന്നു. വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരീയ മതം ലഭിക്കുന്നു.
അതായത് ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ അന്തിമത്തിൽ മനസ്സെങ്ങനെയോ അതുപോലെ ഗതിയുണ്ടാകും. ഓർമ്മയിലൂടെ മാത്രമേ വികർമ്മം വിനാശമാവുകയും പവിത്രമായി മാറുകയും ചെയ്യുകയുള്ളൂ. പവിത്രമായ ആത്മാവാണ് സ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യമായി മാറുന്നത്. സത്യുഗത്തിൽ നിങ്ങളുടെ ശരീരവും നിരോഗിയായിരിക്കും, ആയുസ്സും ഉയർന്നതായിരിക്കും, ഒരുപാട് ധനവും ലഭിക്കും. അവിടെ ഒരിക്കലും ധർമ്മത്തിൻ്റെ പുത്രർ ആകാറില്ല. യോഗബലത്തിലൂടെ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും മാത്രം ഉണ്ടായിരിക്കും. സത്യുഗത്തിൽ എങ്ങനെ കുട്ടികൾ ജനിക്കും എന്ന് ചോദിക്കുന്നു. അവിടെ യോഗബലത്തിലൂടെ ആയിരിക്കും. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. സത്യുഗത്തിൽ എല്ലാവരും യോഗികളാണ്. കൃഷ്ണനെ യോഗേശ്വരൻ എന്നാണ് പറയുന്നത്. കൃഷ്ണൻ യോഗത്തിലാണിരിക്കുന്നത് എന്നല്ല ഇതിനർത്ഥം. കൃഷ്ണൻ പൂർണ്ണമായും പവിത്രവും യോഗിയുമാണ്. ഈശ്വരൻ എല്ലാവരെയും യോഗേശ്വരനാക്കി മാറ്റിയതിനാൽ ഭാവിയിൽ എല്ലാവരും യോഗികളായിരിക്കുന്നു. ബാബയാണ് യോഗിയാക്കി മാറ്റിയത്. യോഗികളുടെ ആയുസ് വളരെ ഉയർന്നതായിരിക്കും, എന്നാൽ ഭോഗികളുടെ ആയുസ് കുറവായിരിക്കും. ഈശ്വരൻ കുട്ടികളെ പവിത്രമാക്കി മാറ്റി രാജയോഗം പഠിപ്പിച്ച് ദേവതയാക്കി മാറ്റുന്നു. അവരെയാണ് യോഗി എന്ന് പറയുന്നത്. യോഗികൾ അഥവാ ഋഷി മുനികൾ പവിത്രമായിരിക്കും. നിങ്ങൾ രാജ ഋഷികളാണെന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. രാജ്യപദവി പ്രാപ്തമാക്കുന്നതിന് വേണ്ടി രാജയോഗം പഠിക്കുകയാണ്. ഈ സമയത്ത് ബാബയെ ഓർമ്മിക്കണം. ഇവിടെ കുട്ടി ജനിക്കണമെന്ന തലകീഴായ ആശകളൊന്നും വെക്കരുത്. വീണ്ടും വികാരത്തിലേക്ക് പോകേണ്ടി വരില്ലേ? കാമവികാരത്തിലേക്ക് പോകേണ്ടി വരും. ദേഹാഭിമാനമുള്ളവർ കാമവികാരത്തിലേക്ക് പോകുന്നു. ദേഹി അഭിമാനിയായവർ കാമവികാരത്തിലേക്ക് പോകില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, പവിത്രമായി മാറൂ. ബാബ ആത്മാക്കളോട് പറയുന്നു, കാമവികാരത്തിലേക്ക് പോകരുത്. പവിത്രമായി മാറിയാൽ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദൂരെയാകും. നിങ്ങളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. ബാബ എത്ര സുഖമാണ് നൽകുന്നത്. ബാബയിൽ നിന്നും മുഴുവൻ സമ്പത്തും എടുക്കണം. ബാബ പാവപ്പെട്ടവരുടെ നാഥനാണ്. കുചേലൻ 2 പിടി അവിൽ നൽകിയപ്പോൾ പകരമായി കൊട്ടാരം ലഭിച്ചു എന്ന മഹിമയുമുണ്ട്. ബാബയാണെങ്കിൽ 21 ജന്മത്തേക്കാണ് സമ്പത്ത് നൽകുന്നത്. നമുക്കിപ്പോൾ തിരിച്ചു പോകണമെന്നും മനസ്സിലാക്കുന്നുണ്ട്. സ്വർഗത്തിൻ്റെ സ്ഥാപനയുടെ കാര്യത്തിൽ ആർക്ക് എത്ര വേണമെങ്കിലും ശിവബാബയുടെ സഹയോഗിയായി മാറാൻ സാധിക്കും. വീട്ടിൽ സർവകലാശാല അഥവാ ഹോസ്പിറ്റൽ തുറക്കൂ. സഹോദരീ സഹോദരന്മാരെ, 21 ജന്മങ്ങളിലേക്ക് വേണ്ടി സദാ ആരോഗ്യമുള്ളവരും സമ്പന്നരുമായി മാറണമെങ്കിൽ വന്ന് മനസ്സിലാക്കൂ എന്ന് ബോർഡിൽ എഴുതി വയ്ക്കൂ. 1 സെക്കൻഡിൽ നമ്മൾ സദാ ആരോഗ്യമുള്ളവരും സമ്പന്നരുമായി മാറാനുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ സർജനല്ലേ? സർജന്മാർ തീർച്ചയായും ബോർഡ് വയ്ക്കാറുണ്ട്. ഇല്ലെങ്കിൽ മനുഷ്യർ എങ്ങനെ മനസ്സിലാക്കും? നിങ്ങളും നിങ്ങളുടെ വീടിൻ്റെ പുറമെ ബോർഡ് വയ്ക്കൂ. ആര് വരികയാണെങ്കിലും അവർക്ക് 2 അച്ഛന്മാരുടെ പരിചയം നൽകൂ. ഇത്രയും നാൾ പരിധിയുള്ള അച്ഛനിൽ നിന്നും പരിധിയുള്ള സമ്പത്താണ് എടുത്തിരുന്നത്. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കും. ഈ കാര്യം ആദ്യം പ്രൊജക്ടറിലൂടെയും പ്രദർശനയിലൂടെയും മനസ്സിലാക്കി കൊടുക്കൂ. ഇങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്താൽ നിങ്ങൾ ഇങ്ങനെയായി മാറും എന്ന്. ഇപ്പോൾ സംഗമയുഗമാണ്. കലിയുഗം മാറി സത്യയുഗം വരണം. ഭാരതവാസികളായ നിങ്ങൾ സതോ പ്രധാനരായിരുന്നു. ഇപ്പോൾ തമോ പ്രധാനമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ സ്വർഗത്തിൻ്റെ അധികാരിയായി മാറും.
രണ്ടക്ഷരം മാത്രമേ ഉള്ളൂ. അല്ലാഹുവിനെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചക്രവർത്തി പദവി ലഭിക്കും. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സന്തോഷത്തോടെ ഇരിക്കും. ഈ അഴുക്കുള്ള ലോകത്തിൽ ഒരാശയും വെക്കരുത്. ഇവിടെ നിങ്ങൾ ജീവിച്ചിരിക്കെ മരിക്കാനുള്ള പുരുഷാർത്ഥമാണ് ചെയ്യുന്നത്. മനുഷ്യർ മരിച്ചതിന് ശേഷം പറയുന്നു സ്വർഗത്തിലേക്ക് പോയി എന്ന്. നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നത് സ്വർഗവാസിയായി മാറാനാണ് എന്ന് നിങ്ങൾ എല്ലാവരോടും പറയുന്നു. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ പരിധിയില്ലാത്ത സുഖം ലഭിക്കുന്നു. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ഒരിക്കൽ പോലും കരയേണ്ടതായോ നിലവിളിക്കേണ്ടതായോ വരില്ല. മായയുടെ കൊടുങ്കാറ്റിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കൂ. അതിരാവിലെ എഴുന്നേറ്റ് ബാബയെ ഓർമ്മിച്ച് സമ്പത്തെടുക്കണം. ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ലഹരി മാത്രം ഉണ്ടായിരിക്കണം. ബാബ മറ്റൊരു ബുദ്ധിമുട്ടും നൽകുന്നില്ല. ബാബയെ മാത്രം ഓർമ്മിക്കണം. മറ്റെല്ലാവരെയും മറക്കൂ. ഇവരെല്ലാവരും മരിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ മാത്രം പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കൂ. ബാബ, അങ്ങയെ മാത്രമേ ഞാൻ ഓർമ്മിക്കൂ. അങ്ങയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് എടുക്കും. ഒരു സമയം നിശ്ചയിക്കൂ. തീർച്ചയായും ഞങ്ങൾ 3-4 മണിക്ക് എഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കുമെന്ന്. ചക്രത്തെയും ഓർമ്മിക്കണം. ബാബ നമുക്ക് രചയിതാവിൻ്റെയും രചനയുടെയും ജ്ഞാനം നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തെക്കുറിച്ച് അറിയാം. എങ്ങനെയാണ് നമ്മൾ 21 ജന്മങ്ങൾ എടുക്കുന്നത് എന്ന് ബുദ്ധിയിലുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പോവുകയാണ്. വീണ്ടും ഈ സൃഷ്ടിയിൽ വന്ന് നാടകം അഭിനയിക്കും. നമ്മൾ ആത്മാവാണ്. ആത്മാവിനാണ് രാജ്യം ലഭിക്കുന്നത്. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സമ്പത്തിന്റെ അവകാശികളായി മാറുന്നു. ഈ രാജയോഗത്തിൽ അച്ഛനെയാണ് ഓർമ്മിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം പരിധിയില്ലാത്ത ബാബയിൽ നിന്നും വിശ്വത്തിന്റെ അധികാരികളായി മാറിയിട്ടുണ്ട്. പിന്നീടാണ് നരകവാസികളായി മാറിയത്. ഇപ്പോൾ ഒരു ബാബയുടെ ഓർമ്മയിലൂടെ വീണ്ടും സ്വർഗവാസികളായി മാറുകയാണ്. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെ പാപം ഭസ്മമാകും. ഇതിനെയാണ് ഓർമ്മയുടെ അഗ്നി എന്ന് പറയുന്നത്. ബ്രാഹ്മണരായ നിങ്ങൾ രാജ ഋഷികളാണ്. ഋഷി എപ്പോഴും പവിത്രമായിരിക്കും. അവർ ബാബയെ ഓർമ്മിച്ച് രാജ്യപദവിയുടെ സമ്പത്ത് എടുക്കുന്നു. ഇപ്പോൾ വികാരത്തിന് വേണ്ടി ഒരാഗ്രഹവും വെക്കരുത്. ഇത് അപവിത്രമായ ആശയാണ്. ഇപ്പോൾ പാരലൗകിക അച്ഛനിൽ നിന്നും സമ്പത്തെടുക്കണം. അസുഖത്തിലും ഓർമ്മിക്കാൻ സാധിക്കും. അച്ഛന് കുട്ടികൾ പ്രിയപ്പെട്ടവരായിരിക്കും. ബ്രഹ്മബാബയ്ക്ക് എത്ര കുട്ടികൾക്ക് കത്തുകളും മറ്റും എഴുതണം. ശിവബാബയാണ് എഴുതിപ്പിക്കുന്നത്. നിങ്ങളും കത്ത് എഴുതുന്നു ശിവബാബ കെയർ ഓഫ് ബ്രഹ്മബാബ എന്ന്. ശിവബാബയുടെ കുട്ടികളായ നമ്മൾ സഹോദരന്മാരാണ്. ആത്മീയ അച്ഛനാണ് വന്ന് നമ്മളെ പാവനമാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് പതീത പാവനൻ എന്ന് പറയുന്നത്. എല്ലാ ആത്മാക്കളെയും പാവനമാക്കി മാറ്റുന്നു. ആരെയും ഉപേക്ഷിക്കുന്നില്ല. പ്രകൃതിയും പാവനമായി മാറുന്നു. സത്യുഗത്തിൽ പ്രകൃതിയും പാവനമായിരിക്കും. ഇപ്പോൾ ശരീരം പോലും പതീതമായതുകൊണ്ടാണ് ഗംഗയിൽ പോയി ശരീരം വൃത്തിയാക്കുന്നത്. എന്നാൽ ആത്മാവ് പാവനമാകുന്നില്ല. ആത്മാവ് ഓർമ്മയാകുന്ന അഗ്നിയിലൂടെ മാത്രമേ പാവനമായി മാറുകയുള്ളൂ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. കലിയുഗമാകുന്ന ഈ ലോകത്തിൽ തലതിരിഞ്ഞ ഒരാഗ്രഹവും വയ്ക്കരുത്. സമ്പൂർണ്ണ സതോപ്രധാനമായി മാറുന്നതിനു വേണ്ടി ഈശ്വരീയ മതത്തിലൂടെ നടക്കണം. 2. പാവനമായി മാറി തിരിച്ചു വീട്ടിലേക്ക് പോകണം
എന്ന ഒരേ ഒരു ആശ മാത്രം വയ്ക്കണം. അവസാന സമയം നമ്മുടെ സങ്കല്പം എങ്ങനെയോ അതനുസരിച്ചായിരിക്കും ഫലം. മായയുടെ കൊടുങ്കാറ്റിൽ തന്റെ സമയം പാഴാക്കരുത്. വരദാനം: സദാ ശക്തിശാലി സ്ഥിതിയിലൂടെ പരിധിയില്ലാത്ത സേവനത്തിൽ തൽപരരായിരിക്കുന്ന പരിധിയുള്ള കാര്യങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കട്ടെ. സാകാര ബാബയ്ക്ക് സേവയല്ലാതെ മറ്റൊന്നും തന്നെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതേപോലെ താങ്കൾ കുട്ടികളും തങ്ങളുടെ ശക്തിശാലി വൃത്തിയിലൂടെ പരിധിയില്ലാത്ത സേവനത്തിൽ സദാ തൽപരരായിരിക്കുകയാണെങ്കിൽ പരിധിയുള്ള കാര്യങ്ങൾ താനേ സമാപ്തമാകും. പരിധിയുള്ള കാര്യങ്ങളിൽ സമയം ചിലവാക്കുക ഇതും പാവ കൊണ്ടുള്ള കളിയാണ്. അതിലൂടെ സമയവും ഊർജവും വ്യർത്ഥമാകുന്നു. അതിനാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സമയം അല്ലെങ്കിൽ ശേഖരിച്ച ഊർജം പാഴാക്കി കളയരുത്. സ്ലോഗൻ: സേവനത്തിൽ സഫലത പ്രാപ്തമാക്കണമെങ്കിൽ വാക്കും പെരുമാറ്റവും പ്രഭാവശാലി ആയിരിക്കണം. അവ്യക്ത സൂചന: ജ്വാലാസ്വരൂപ സ്ഥിതിയിലിരുന്ന് ശക്തിശാലി ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. സമയാനുസരിച്ച് ഇപ്പോൾ സർവ ബ്രാഹ്മണ ആത്മാക്കളെയും സമീപത്ത് കൊണ്ടുവന്ന് ജ്വാലാസ്വരൂപത്തിന്റെ വായുമണ്ഡലം സൃഷ്ടിക്കുന്നതിന്റെ സേവനം ചെയ്യൂ. അതിനുവേണ്ടി ഭട്ടികൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ആത്മീയ സംഭാഷണം നടത്താം. പക്ഷേ ജ്വാലാസ്വരൂപത്തിന്റെ അനുഭവം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും വേണം. ഈ സേവനത്തിൽ മുഴുകുകയാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സഹജമായി പരിവർത്തനപ്പെടും. ഓം ശാന്തി.